ഹലോ, അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, 1/2 സ്പൂൺ സാദാ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അമ്മാസ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. പിന്നീട് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് വറ്റി വന്നാൽ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് അയിലയാണ് അതിനായി ഇട്ട് കൊടുക്കുന്നത്. അയില ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മോൾവശം കൂടി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മസാല പുരട്ടിയെടുക്കാം. മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു വശം നന്നായി ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മെല്ലെ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിലൊക്കെ മീനൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ മീൻ ഫ്രൈ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ ഫ്രൈ ആണ്. രണ്ട് വശവും തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു മീൻ ഫ്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. മീൻ ഫ്രൈ ശരിയായിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക്